ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th ചാപ്റ്ററായ ഹിതം മനോഹാരി ച ദുർലഭം വചഃ എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. അപ്പം നമുക്ക് നോക്കാം. അധോലിഖിതാനി വാക്യാനി പഠിത്വാ ആം അഥവാ ന ഇതി വദന്തു ലിഖന്തു ച. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് വായിച്ചിട്ട് അതെ അല്ലെങ്കിൽ അല്ല എന്ന് പറയുക, എഴുതുകയും ചെയ്യാം. കിം വയം പൃഥ്വിയാഹ പുത്രാഹ പുത്രിയഃ ച സ്മഃ. നമ്മൾ ഭൂമിയുടെ പുത്രന്മാരും പുത്രിമാരും ആണോ? ആണെങ്കിൽ ആണെന്ന് എഴുതുക. അപ്പം എന്തെഴുതും? ആം. കിം രത്നം അന്വേഷതി. രത്നം അന്വേഷിച്ച് പോകാറുണ്ടോ? ഇല്ല. അപ്പം എന്തെഴുതും? ന. കിം ശീലം ശ്രേഷ്ഠം ആഭൂഷണമസ്തി. പെരുമാറ്റമാണോ ശ്രേഷ്ഠമായ ആഭൂഷണം എന്നത്? അതെ. ഇപ്പം എന്തെഴുതും? ആം. കിം ശരീരം ആദം ധർമ്മസാധനം. അതായത് ശരീരമാണോ കടമകൾ നിർവഹിക്കാനുള്ള ആദ്യത്തെ മാർഗം? ആം. അതെ. കിം ഗുണാനാം സർവദാ ഏവ ആദരോ ഭവതി. ഗുണങ്ങൾ എപ്പോഴും ആദരിക്കപ്പെടുന്നുണ്ടോ? ആം. അതെ. കിം ക്രിയാശീലഃ ഏവ വിദ്വാൻ ഭവതി. ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുവൻ തന്നെയാണോ പണ്ഡിതൻ? അതെ. ആം. കിം അസ്മാഭിഃ കേവലം മനോരഞ്ജകാനി വാക്യാനി വക്തവ്യാനി. നമ്മൾ വെറും മനസ്സിന് സന്തോഷം നൽകുന്ന വാക്കുകൾ മാത്രമാണോ പറയേണ്ടത്? അല്ല. ന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യഹ സദാ സുഖം ഇച്ഛതി കിം സഹ വിദ്യാം പ്രാപ്നോതി. ആരാണോ സുഖം ആഗ്രഹിക്കുന്നത് അവന് വിദ്യ പ്രാപ്തമാക്കാൻ സാധിക്കുമോ? അറിവ് പ്രാപ്തമാക്കാൻ സാധിക്കുമോ? ഇല്ല. ന. അടുത്ത ചോദ്യം നോക്കാം. പാഠസ്യ ആധാരേണ അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി ഏകപദേന ലിഖന്തു. പാഠത്തെ ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്കായി 1 വേർഡിൽ ആൻസർ എഴുതുക. ഓക്കെ, ആൻസർ ഇൻ 1 വേർഡാണ് ഇവിടെ ചെയ്യേണ്ടത്. നോക്കാം. ആദം ധർമ്മസാധനം കിം. കടമ നിർവഹിക്കാനുള്ള ആദ്യത്തെ മാർഗം എന്താണ്? ശരീരം. ശരീരമാണ്. കീദൃശം വചഃ മാ ബ്രൂഹി. എത്തരത്തിലുള്ള വാക്കുകളാണ് പറയാൻ പാടില്ലാത്തത്? ദീനം, ദയനീയമായിട്ടുള്ളത്. ശ്രേഷ്ഠം ആഭൂഷണം കിം അസ്തി. ശ്രേഷ്ഠമായ ആഭൂഷണം എന്താണ്? ശീലം, ക്യാരക്ടർ. സർവേഷാം മനുഷ്യാണാം മാതാ കാ അസ്തി. എല്ലാ മനുഷ്യരുടെയും അമ്മ ആരാണ്? ഭൂമിഃ. രത്നാനാം അന്വേഷണം കേ കുറുവന്തി. രത്നങ്ങളെ സെർച്ച് ചെയ്യുന്നത് ആരാണ്? ഗ്രാഹകാഃ, കസ്റ്റമേഴ്സ്. അടുത്ത ചോദ്യം നോക്കാം. പാഠസ്യ ആധാരേണ. പാഠത്തെ ബേസ് ചെയ്ത് അധോലിഖിതാനാം പ്രശ്നാനാം ഉത്തരാണി പൂർണ്ണവാക്യേന ലിഖന്തു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് കംപ്ലീറ്റ് സെൻറ്റൻസിൽ ആൻസർ എഴുതുക. ഓക്കെ, നോക്കാം. കഃ വിദ്വാൻ അസ്തി. ആരാണ് പണ്ഡിതൻ? യഹ ക്രിയാവാൻ സഹ വിദ്വാൻ അസ്തി. ആരാണോ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് അവനാണ് പണ്ഡിതൻ. ഗുണേഷു പൂജാസ്ഥാനം കിം. ഗുണവാന്മാരിൽ ബഹുമാനിക്കപ്പെടുന്നത് എന്താണ്? ഗുണാഃ ഗുണീഷു പൂജാസ്ഥാനം ഭവന്തി. അതായത് ഗുണവാന്മാരിലുള്ള ഗുണങ്ങളാണ് ബഹുമാനിക്കപ്പെടുന്നത്. കഃ വിദ്യാം ന പ്രാപ്നോതി. ആരാണ് അറിവ് പ്രാപ്തമാക്കാത്തത്? യഹ സുഖാർത്ഥി അസ്തി സഹ വിദ്യാം ന പ്രാപ്നോതി. ആരാണോ സുഖം ആഗ്രഹിക്കുന്നത് അവനാണ് അറിവ് പ്രാപ്തമാക്കാത്തത്. അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യഃ വിദ്യാം അർത്ഥം ച കഥം സാധയേത്. മനുഷ്യൻ അറിവും സമ്പത്തും എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്, സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് ആർജിച്ചെടുക്കേണ്ടത്? മനുഷ്യഃ ക്ഷണശഃ വിദ്യാം കണശഃ അർത്ഥം ച സാധയേത്. മനുഷ്യൻ ഓരോ നിമിഷവും വിദ്യയ്ക്കായിട്ടും അതായത് അറിവിനായിട്ടും ഓരോ കണിക ധനത്തിനായും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവ സമ്പാദിക്കേണ്ടത്. കീദൃശം വചനം ദുർലഭം. എങ്ങനെയുള്ള വാക്കുകളാണ് ദുർലഭം, റേറ്? ഹിതം മനോഹാരി ച വചനം ദുർലഭം. അതായത്
നന്മയുണ്ടാക്കുന്നതും എന്നാൽ മനസ്സിന് സന്തോഷം നൽകുന്നതുമായ വാക്കുകളാണ് ദുർലഭം, റെയർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. രേഖാങ്കിത പദാനി ആധൃത്യ പ്രശ്നനിർമ്മാണം കുറുവന്തു. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. നോക്കാം. ശീലം പരം ഭൂഷണം. നല്ല സ്വഭാവമാണ് ഏറ്റവും വലിയ ആഭരണം. എന്താണ് ഏറ്റവും വലിയ ആഭരണം എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം ഇങ്ങനെ എഴുതും. കിം പരം ഭൂഷണം. മനുഷ്യഃ പൃഥ്വിയാഃ സന്താനഃ അസ്തി. മനുഷ്യൻ ഭൂമിയുടെ സന്താനമാണ്. ഭൂമിയുടെ, ആരുടെ എന്നാണ് ചോദ്യം വരേണ്ടത്. അപ്പം എന്തെഴുതും? മനുഷ്യഃ കസ്യാഃ സന്താനഃ അസ്തി. മനുഷ്യൻ ആരുടെ സന്താനമാണ്? ഗുണേഷു ലിംഗം വയഃ ച ന മഹത്വപൂർണം. ഗുണവാന്മാരിൽ ജെൻഡറോ ഏജോ ഇമ്പോർട്ടൻ്റ് അല്ല. ആരിലാണ് ഏജും, അതായത് ജെൻഡറും ഏജും ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം വരേണ്ടത്. എങ്ങനെ എഴുതും? കേഷു ലിംഗം വയഃ ച ന മഹത്വപൂർണം. ആരിലാണ് ജെൻഡറോ ഏജോ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്? അടുത്ത നോക്കാം. ഹിതകാരകം മനോഹാരി ച വചഃ ദുർലഭം ഭവതി. നന്മയുണ്ടാക്കുന്നതും എന്നാൽ മനസ്സിന് സന്തോഷം നൽകുന്നതുമായ വാക്കുകൾ ദുർലഭമാണ്, റെയറാണ്. വചഃ വാക്കുകൾ എന്താണ് എന്നാണ് ചോദ്യം വരേണ്ടത്. എന്തെഴുതും? ഹിതകാരകം മനോഹാരി ച കഹ ദുർലഭം ഭവതി. അതായത് നന്മയുണ്ടാക്കുന്നതും എന്നാൽ മനസ്സിന് സന്തോഷം നൽകുന്നതുമായിട്ടുള്ള എന്താണ് ദുർലഭമായിട്ടുള്ളത്? അടുത്ത ചോദ്യം നോക്കാം. പാഠസ്യ ആധാരേണ ഉദാഹരണാനുസാരം സമുചിതം മേലനം കുറുവന്തു. പാഠത്തെ ബേസ് ചെയ്ത് ഉദാഹരണം തന്നതനുസരിച്ച് മാച്ച് ദ ഫോളോയിങ് ചെയ്യുക. ക്ഷണശഃ കണശഃ സാധയേത്. എന്താ വരിക? വിദ്യാം അർത്ഥം ച. സർവശ്രേഷ്ഠം ആഭൂഷണം ശീലം. രത്നം ന അന്വിഷതി തത് മൃഗ്യത്തെ. ആദം ധർമ്മസാധനം ശരീരം. ഹിതകാരകം മനോഹാരി ച വചഃ ദുർലഭം. പൂജാസ്ഥാനം ഗുണാഃ. ഓക്കെ, അടുത്ത് നോക്കാം. പാഠാത് അധോലിഖിതാനാം പദാനാം സമാനാർത്ഥക പദാനി ചിത്വാ ലിഖന്തു. പാഠത്തിൽ നിന്ന് താഴെ തന്നിരിക്കുന്ന വേർഡ്സിന് അതേ അർത്ഥം വരുന്ന വേർഡ് കണ്ടെത്തി എഴുതണം. സുതഃ അതായത് മകൻ, പുത്രഃ പ്രഥമം ആദ്യം, ആധം ധനം കാശ്, അർത്ഥം അവസ്ഥ വയഃ. ഇത് നമ്മൾ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ എഴുതിയേക്കണത് പാഠത്തെ അടിസ്ഥാനപ്പെട്ടിട്ടാണ് കേട്ടോ. വയഃ എന്ന് വെച്ചാൽ എന്താണ്? പ്രായം. വചനം വാക്ക്. വചഃ ആചരണം പെരുമാറ്റം, ശീലം. ഓക്കെ, അടുത്ത നോക്കാം. ഉദാഹരണാനുസാരം അധോലിഖിതേഷു വാക്യേഷു രേഖാങ്കിത പദാനാം വിഭക്തിം നിർദ്ദേശന്തു. ഉദാഹരണം തന്നതനുസരിച്ച് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിന് വിഭക്തി നിർദ്ദേശിക്കുക. ഏത് വിഭക്തിയായിരിക്കും ഇതിന് വരിക എന്നതാണ് എഴുതേണ്ടത്. മാതാഭൂമി പുത്രോ അഹം പൃഥ്വിയാഃ. പൃഥ്വിയാഃ ഏത് വിഭക്തി? ഷഷ്ടി വിഭക്തി. ഗുണാഃ പൂജാസ്ഥാനം ഗുണീഷു ന ച ലിംഗം ന ച വയഃ. ഗുണീഷു ഏത് വിഭക്തി? സപ്തമി വിഭക്തി. ശീലം പരം ഭൂഷണം. ശീലം പ്രഥമാ വിഭക്തി. ക്ഷണശഃ കണശ്ചൈവ വിദ്യാം അർത്ഥം ച സാധയേത്. വിദ്യാം ദ്വിതീയ വിഭക്തി. സുഖാർത്ഥിനഃ കുതോ വിദ്യ കുതോ വിദ്യാർത്ഥിനഃ സുഖം. വിദ്യാർത്ഥിനഃ ഷഷ്ടി വിഭക്തി. ഹിതം മനോഹാരി ച ദുർലഭം വചഃ. വചഃ ഏത് വിഭക്തി? പ്രഥമാ വിഭക്തി. അടുത്ത ചോദ്യം നോക്കാം. യത്ര അഗ്രേ സ്വരഃ അസ്തി തത്ര അനുസ്വാരസ്യ സ്ഥാനേ മ ലിഖിത്വാ വാക്യാനി പുനഃ ലിഖന്തു. എവിടെയാണോ മുന്നിൽ സ്വരമുള്ളത് അവിടെ അനുസ്വാരത്തിൻ്റെ സ്ഥാനത്ത് മ എന്നെഴുതി സെൻറ്റൻസ് ഒന്നുകൂടി എടുത്ത് എഴുതുക. അപ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ കണ്ട് മനസ്സിലാക്കാം. ന രത്നം അന്വിഷതി. രത്നം അനുസ്വാരത്തിന് പകരം നമ്മൾ
മ എന്ന് തന്നെ എടുത്തെഴുതി. അപ്പം അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ശരീരം ആദം ഖലു ധർമ്മസാധനം. ശരീരമാദം ഖലു ധർമ്മസാധനം. വയം അദ്യതനം പാഠം പഠാമഹ. വയം അദ്യതനം പാഠം പഠാമഹ. ത്വം അസ്മാകം ഗൃഹം ആഗച്ഛ. ത്വം അസ്മാകം ഗൃഹം ആഗച്ഛ. അഹം ഏകം പ്രശ്നം പൃഷ്ടും ഇച്ഛാമി. അഹം ഏകം പ്രശ്നം പൃഷ്ടും ഇച്ഛാമി. ഗുണം അർജയിതും അധികം പ്രയത്നം കരോതു. ഗുണം അർജയിതും അധികം പ്രയത്നം കരോതു. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.